നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ്. ഇത് കോഴിക്കാരമാണ്. എൻ്റെ കോഴിക്കൂടെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡെയിലി കഴുകി വെള്ളമായിട്ട് ഇതിനകത്തോട്ട് വിടുവാണ് പ്ലാന്റിൻ്റെ ഡ്രമ്മിലേക്ക്. അതിൽ നിന്ന് വരുന്ന സ്ലറിയെ കളക്ട് ചെയ്ത് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് പച്ചക്കറികൾക്ക് ലിക്വിഡ് ഫോമിൽ ഒഴിച്ച് കൊടുക്കും. ഈ കോഴിക്കാരെന്ന് പറഞ്ഞാൽ നൈട്രജൻ റിച്ചാണ്. നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കമ്പോണൻ്റാണ് നൈട്രജൻ. ചെടികൾ നടുന്ന സമയത്തെ മണ്ണുമായിട്ട് മിക്സ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനം ഇതാണ്. അതിനായിട്ടാണ് നമ്മൾ ഹാർഡ് ഫോം യൂസ് ചെയ്യുന്നത്. കോഴിക്കാരം ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റായിട്ട് ചെടികൾക്കിടരുത്. നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റാക്കി കൺവേർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ കോഴിക്കാരമെല്ലാം നമുക്ക് വൈപ്പ് ചെയ്തെടുത്ത് ഇടാനൊരു സ്ഥലം വേണം. ഇതേ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു ചാക്ക് ഞാൻ മുറിച്ചെടുത്തിരിക്കുക. ഇതേ അതിങ്ങനെ ഇവിടെ വെച്ചു. ഇവിടെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ സൂര്യൻ നേരെ കറക്റ്റ് ഇങ്ങോട്ടടിക്കും. നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ട ദിവസങ്ങളിൽ നമ്മളിതിനെ വെള്ളമൊഴിച്ച് കഴുകില്ല. നേരെ നമ്മൾ ഇത് കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഈ ചാക്കിലേക്കിടും. ഇതിപ്പം വെള്ളവും കൂടെ ഉള്ള ഒരു സെമി സോളിഡ് സ്റ്റേജിന് എനിക്കിങ്ങനെ ഒരു സാധനമുണ്ട്. അത് വെച്ച് ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. ഇതിൻ്റെ മുകളിൽ കൂടെ തൂകി കൊടുക്കുക. അപ്പോൾ ഈ കോഴിക്കാരം പെട്ടെന്ന് ഡ്രൈ ആകുകയും ചെയ്യും. ഒരു ഈച്ച പോലും ഇതിൻ്റെ മുകളിൽ വന്നിരിക്കത്തില്ല. മണവും വരില്ല. അപ്പം നമ്മുടെ പരിസരം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള വളം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വഴിയേ ഈ വെള്ളമുള്ള നമ്മുടെ കോഴിക്കാരം പെട്ടെന്ന് ഡ്രൈ ആകും. നല്ല വെയിലുണ്ടെങ്കിലേ വെറും 2 ദിവസം മതി ഇത് ഡ്രൈ ആയി കിട്ടാൻ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അതിനുശേഷം നമുക്കിതിനെ ബക്കറ്റിലോ ചാക്കിലോ എടുത്ത് കെട്ടി സൂക്ഷിച്ച് വെച്ചാൽ മതി. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ലോങ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ കാണണേ.